ഹായ് എവരി വൺ ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് കറിയാണ്. ബീഫ് കറി ഉണ്ടാക്കുന്നത് ബീഫ് കറിക്ക് ഉള്ള ചേരുവകളാണ് ഒരു 2 സവോള, ഒരു 3 പച്ചമുളക്, കുറച്ച് ഇഞ്ചി, ചെറിയ ഉള്ളി, അതുപോലെ ഇച്ചിരി മല്ലിയില, അതുപോലെ വെളുത്തുള്ളി, കുറച്ച് കരിയാപ്പില. നമ്മൾ ആദ്യം തന്നെ ബീഫ് കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുകയാണ്. ഇതിന് നമ്മൾ ഒരു മൺചട്ടിയിലേക്ക് പാചകം ചെയ്യാൻ പോവുകയാണ്. ആദ്യം ഒരല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. ഈ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമ്മൾ അല്പം കടുക് ചേർത്ത് കൊടുക്കണം. താങ്കൾ എങ്ങനെയാണ് ഈ കുക്കിംഗ് പഠിച്ചത്? ഇത് ഉണ്ടാക്കാൻ പഠിച്ചത് എങ്ങനെയാണ്? ഞാൻ 2012-14 കാലങ്ങളിൽ ഒമാനിലായിരുന്ന ടൈമിലാണ് കുക്കിങ്ങിലേക്ക് ആദ്യമായിട്ട് ചെയ്യുന്നത്. അതിൽ നിന്ന് കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചു. അപ്പോൾ നമ്മളുടെ എണ്ണ തിളച്ച് കടുക് പൊട്ടിയിരിക്കുകയാണ്. അതിനകത്തേക്ക് നമ്മൾ ആദ്യം വെളുത്തുള്ളി, അതുപോലെ ചെറിയുള്ളി, ഇഞ്ചി, പച്ചമുളക് എന്നിവയുള്ള ആദ്യം ഇട്ട് കൊടുക്കുകയാണ്. ആദ്യം തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. കാരണം ചെയ്ത് പെട്ടെന്ന് വഴലാനായിട്ട് ഉപ്പിടുന്നത് നല്ലതാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ മല്ലിയില അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അതിട്ട് കൊടുക്കുന്നു. അതുപോലെ തന്നെ സബോള അരിഞ്ഞു വെച്ചത് ഇതിലേക്ക് ഇട്ട് വഴറ്റിയെടുക്കുകയാണ്. താങ്കൾ ഫുഡ് ഉണ്ടാക്കി കൊടുത്ത ആരെങ്കിലും നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ തന്നെ നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. വഴലാനായിട്ട് നമുക്ക് അല്പം നേരം ഒന്ന് അടച്ചു വെക്കാം. അത് വഴണ്ട് കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് ആവശ്യമായ മസാലകളെല്ലാം ചേർത്ത് കൊടുക്കാവുന്നതാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ചെറിയ ബ്രൗൺ കളറിൽ വഴലുന്നത് വരെ നമുക്ക് ഇത് ഇളക്കി കൊടുക്കാം. നമ്മളിപ്പോൾ വഴറ്റിയ സവോളയിലേക്ക് മുളക് പൊടി ഏകദേശം ഒരു 2 സ്പൂണ്, നമ്മുടെ എരിവൊക്കെ ആവശ്യമനുസരിച്ച് മാത്രം ചേർത്താൽ മതി. ഞാൻ അത്യാവശ്യം 2 സ്പൂണോളം ഇടുന്നുണ്ട്. ഇനി അതോടൊപ്പം മീറ്റ് മസാല ഇട്ടു. ഇനിയിപ്പം മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾ പൊടി ഓൾറെഡി നമ്മൾ ബീഫ് വഴറ്റിയ കൂട്ടത്തിൽ മഞ്ഞൾ പൊടിയും കുറച്ച് ഉപ്പും ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലൂടെ മല്ലിപ്പൊടി അത്യാവശ്യം കറിക്ക് കൊഴുപ്പ് കിട്ടാനായിട്ട് ഉള്ളതാണ്. 2 സ്പൂണോളം ചേർത്താൽ മതി. ഇനി അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമുക്ക് നോക്കുമ്പോൾ ടൈമിൽ അറിയാം, അതായത് ഈ മസാല ഇളകി കഴിയുമ്പോൾ അത്യാവശ്യം കളറൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ പൊടി ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതിപ്പം അത്യാവശ്യം കളർ ഫീൽ ചെയ്യുന്നുണ്ട് മുളകിൻ്റെയൊക്കെ. ഒത്തിരി എരിവ് കഴിക്കേണ്ട, പച്ചമുളക് അരിഞ്ഞ് ചേർത്തിട്ടുള്ളതുകൊണ്ട് എരിവുണ്ടാവും. ഇത് വഴണ്ട് കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫിൽ ഞാൻ ആദ്യം കുറച്ച് ബീഫിൻ്റെ വെള്ളം തന്നെ ഒഴിക്കുകയാണ്. ഒന്ന് വഴറ്റി കറക്റ്റ് ആകുന്നിടം വരെ. അതിലേക്ക് കുറച്ച് ബീഫും അതുപോലെ ഇതൊരു മുഴുവൻ ഇടുന്നില്ല, ഈ പാത്രത്തിൽ കൊള്ളുന്ന രീതിയിലുള്ള ഒരു കറികളാണ് ഇപ്പം വെക്കാൻ ഉദ്ദേശിക്കുന്നത്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക.
ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് കുറേ നേരം അടച്ച് വെക്കുക. അതോടൊപ്പം നമുക്ക് അടച്ച് കുറച്ച് വെന്ത് കഴിയുമ്പോൾ അതിൻ്റെ കുറേ മണ്ടയ്ക്ക് കരിയാപ്പല ഇട്ട് കൊടുക്കാം. തീ അല്പം കൂട്ടി വെക്കുകയാണ്. അപ്പം നമ്മുടെ ബീഫ് കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കത് തുറന്ന് കാണാം. ഇത് നല്ലതായിട്ട് വെട്ടി തിളച്ച് കൊണ്ടിരിക്കുന്നു. അപ്പം അതിലേക്ക് നമ്മളൊരു ഇതിൻ്റെ ടോപ്പിലേക്ക് ഒരല്പം കറിവേപ്പില നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു അല്പം നേരം കൂടെ അടച്ചു വെച്ചതിന് ശേഷം നമുക്കിത് കറിയാക്കി ഉപയോഗിച്ചെടുക്കാവുന്നതാണ്. ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. എല്ലാം വെച്ചിട്ടുണ്ടാവുന്ന ഒരല്പം ഉപ്പുറമുണ്ട്. ഉപ്പൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ബീഫ് കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. രുചികരമാണെന്ന് വിചാരിക്കുന്നു. ടേസ്റ്റ് കുഴപ്പമൊന്നുമില്ല. സ്വൽപ്പൂടെ വേണം പറ്റിയാലും കുഴപ്പമില്ല. ഇച്ചിരി ചാറ് കുറഞ്ഞിരിക്കും എന്നുള്ളതേ ഉള്ളൂ. സ്വൽപ്പൂടെ പറ്റിച്ച് എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം രുചികരമായിരിക്കും. ഇതിൽ കുറച്ച് നേരം അനങ്ങാതിരിക്കുമ്പോഴത്തേക്ക് ഇതിൽ മസാലയെല്ലാം പിടിക്കുകയും ചെയ്തോളൂ. Wow! Thank you all for watching.